എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. 2 ദിവസം മുൻപ് ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുട്ടക്കറിയാണ്. റെഡ് കളറിലുള്ള തേങ്ങയൊന്നും ചേർക്കാത്ത മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അധികം താമസിയാതെ ഈ സിമ്പിൾ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാള, 4 മീഡിയം സൈസിലുള്ള ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വളരെ തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ കട്ടിംഗ് പ്ലേറ്റ് വെച്ച് അരിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൈവച്ചിട്ട് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി ഞാനിവിടെ ഒരു ഗാർലിക് പ്രസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പേസ്റ്റാക്കി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് 2ആയിട്ട് കീറിയും വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള തിന്നായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സവാള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം, എങ്കിൽ മാത്രമേ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സവാള ഏകദേശം ലൈറ്റ് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, അപ്പോൾ അധികം കളർ ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ മസാല യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് മസാല ഉണ്ടോ അത് യൂസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള നമ്മൾ 3 എണ്ണം ചേർത്തിരിക്കുന്ന കാരണം ഇതിന് അത്യാവശ്യം ഒരു മധുരം കൂടി കാണും. അപ്പോൾ അതാണ് ഈ കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി മധുരം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിയൊക്കെ ഇപ്പോൾ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായി. ഈ മുട്ടക്കറി അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം, എങ്കിലും ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്